ഏഷ്യാനെറ്റിനോട് ഒരു ചോദ്യം. എന്തിനായിരുന്നു അന്ന് ആ കേസും വിവാദവും? ഓർമ്മയില്ലേ? ഓഗസ്റ്റ് 21 ഏഷ്യാനെറ്റ് ദേ നോക്കിയേ, ദേ ഇങ്ങനെ ഒരു കാർഡ് അടിച്ചിറക്കി, എൻ്റെ പേരും വെച്ച്. വനിതാ മാധ്യമ പ്രവർത്തകരെ അപകീർത്തിപ്പെടുത്തിയതിൻ്റെ പേരിൽ എസ് വി വൈബ്സ് എന്ന ചാനലിലും അരുൾലാൽ എസ് വിയും പിന്നെ സാനിയോ മനോമി തുടങ്ങി 3-4ഓളം പേരുടെ പേര് അനൗൺസ് ചെയ്യുകയാണ്. വ്യാജ വാർത്ത കൊടുത്തു അത്രേ. ഇന്നിപ്പോൾ ഏഷ്യാനെറ്റ് അതുമായി ബന്ധപ്പെട്ട് എന്ത് പറയുകയാണ്? ഏഷ്യാനെറ്റിലെ വനിതാ മാധ്യമ പ്രവർത്തകയല്ല പരാതി കൊടുത്തിരിക്കുന്നതെന്നറിയാം. എന്നിരുന്നാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിന്റെ പേര് ഒരിടത്തും പരാമർശിക്കാതെ ഏഷ്യാനെറ്റിൽ ഇത്തരം ഒരു സംഭവം നടന്നു എന്ന രീതിയിൽ അവിടുത്തെ എഡിറ്ററെ അപകീർത്തിപ്പെടുത്തി എന്ന തരത്തിലായിരുന്നു എനിക്കെതിരെ കേസെടുത്തത്. ഇപ്പോൾ എന്ത് പറയുന്നുണ്ട്? ഇനിയും ഏഷ്യാനെറ്റ് ചില കാര്യങ്ങളിൽ കുറ്റവിമുക്തരായിട്ടില്ല എന്ന് ഓർക്കണം. ഏഷ്യാനെറ്റ് ഈ നാട്ടിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം ചെയ്തതിനെ ഒളിപ്പിച്ച് പിടിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു ഒഴുക്കിനനുസരിച്ച് അവിടെ നിന്നുള്ള പരാതി കൂടി പുറത്തു വരികയാണെങ്കിൽ മാങ്ങാണ്ടിക്കെതിരെ രണ്ടാമത്തെ കേസാണ് വരാൻ പോകുന്നത്. എന്തായാലും എൻ്റെ പേരെന്ന് അച്ചടിച്ചു വെച്ചതും, അതായത് ഏഷ്യാനെറ്റിൻ്റെ പേര് ഒരിടത്തും പരാമർശിക്കാതെയും ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീകളുടെ പേര് പറയാതെയും അന്ന് മാങ്ങാണ്ടി ചെയ്ത ഒരു പ്രവർത്തനത്തെ, മാങ്ങാണ്ടി എന്ന പേര് അങ്ങനെയാണ് ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അന്ന് പരാതി ഇല്ലാത്തതിൻ്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ അത് ഡീഫർമേഷൻ കേസാകും. നിയമപരമായിട്ട് അതിന് മറുപടി പറയേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അന്ന് ഈ പ്ലാറ്റ്ഫോമിലല്ല, ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയേണ്ടി വന്നത്. അന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനെ അവരിപ്പോൾ നിശബ്ദമാക്കിയിരിക്കുകയാണ്. മുതലാളി തന്നെ നേരിട്ട് മുതലാളിയുടെ ചില ഭൂമി കച്ചവടത്തെക്കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ കേരളത്തിനകത്ത് അതിൻ്റെ വിസിബിലിറ്റി കട്ട് ചെയ്തിരിക്കുകയാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ നിശബ്ദരായിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ ഓഗസ്റ്റ് 21 ഉയർത്തിവിട്ട ആ വിഷയം, ഏത് മാങ്ങാണ്ടിയുടെ പീഡനക്കഥ, ബംഗളൂരുവിൽ പോയുള്ള ആ പീഡനക്കഥ, അതുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട യുവതിയാണ് ഇപ്പോൾ ഒരു സംഘപരിവാർ ചാനലിലുള്ള ആ യുവതി പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതി ചേർക്കുമ്പോൾ ഏഷ്യാനെറ്റ് എന്തിന്റെ പേരിലായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ അന്ന് പരാതി കൊടുത്തു എന്ന രീതിയിൽ വാർത്തയടിച്ചിറക്കുകയും നിയമ നടപടിയുമായി മുന്നോട്ട് പോയി എന്നതിനെ സംബന്ധിച്ച് നാട്ടുകാരോടെങ്കിലും വിശദീകരിക്കാൻ തയ്യാറാകണം.